കാര്യങ്ങൾ 2019 മോഡലാണ്. 73,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടി. 20 രൂപ, 30 രൂപ, 60 രൂപ 3 കിട്ടുന്ന വണ്ടികള്. ഒരു 30,000 രൂപ ലെവൽക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ആകെ 30 രൂപ വണ്ടിക്ക്. ഇതിന് ഡൗൺ പേയ്മെന്റ് ഒന്നുമല്ല, വണ്ടിക്ക് ആകെ 30 രൂപ. അതെ, 25 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 25 രൂപ വരെ ഡൗൺ പേയ്മെന്റ്. ഡീസലിൽ പോളോ, അത് ഏറ്റവും ടോപ്പ് ആൻഡ് ഫുൾ ബ്ലാക്ക് വണ്ടിയിലാണ് ചോദിക്കുന്നത്. 6,65,000 രൂപയാണ്. അതുപോലെ തന്നെ ഇത് 2011 വണ്ടിയാണ്. 2011 ടൈഫോറിലേക്ക് കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. 2019 50 സംതിങ് കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ ഈ വണ്ടി നമുക്ക് ഇതാവണു. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ 1 രൂപ പോലും മുടക്കണ്ട. ധൈര്യമായിട്ട് വന്നോളി. ഡോക്യുമെന്റ് ഓക്കെ ആണോ, വണ്ടി ഇട്ടാണ് പോകാല. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾ 1 രൂപ പോലും നിങ്ങൾക്ക് മുടക്കാനില്ലേ. പക്ഷെ നിങ്ങൾക്ക് EMI അടിച്ചു പോകാനുണ്ടെങ്കിൽ നമുക്ക് ഇതാവണം നല്ല അടിപൊളി കളക്ഷൻസ്. ഡീസൽ വണ്ടികളും ചെറിയ ചെറിയ വണ്ടി 800 ആവട്ടെ, അതേപോലെ ഇനി സ്വിഫ്റ്റ് ആവട്ടെ, ബൊലീന ആവട്ടെ, 7 സീറ്റർ വാഹനങ്ങളാവട്ടെ, ഏത് വാഹനങ്ങളും നമുക്ക് ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ 1 രൂപ പോലും മുടക്കാതെ ഇഷ്ടം പോലെ വാഹനങ്ങളുള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ്. ഏകദേശം 50ഓളം വാഹനങ്ങളുണ്ട്. അതിൽ ഏകദേശം 10-12ഓളം വാഹനങ്ങൾ നമുക്ക് 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് നിങ്ങൾ വരിക, ഡോക്യുമെന്റ് കൊടുക്കുക, ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കളക്ഷൻസ്. അപ്പോൾ നമ്മൾ ഇയർ എൻഡിങ് ആയിട്ട് നമ്മുടെ ദോസ്തില് നമുക്ക് നല്ല വിലക്ക് ഇവര് നല്ല അടിപൊളി വാഹനങ്ങളുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ വന്നോളി. നമുക്കൊരു യൂസർ കാർ എടുക്കണേ ടെൻഷൻ ഇല്ലാതെ ചെറിയ ബഡ്ജറ്റ് നല്ല അടിപൊളി ഡീസൽ ആവട്ടെ, പെട്രോൾ ആവട്ടെ, ഓട്ടോമാറ്റിക് വാഹനങ്ങളാവട്ടെ, നേരെ എവിടെയും പോകണ്ട, നേരെ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി. അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് നമ്മളെ ലാലുവിനാണ്. അപ്പൊ ലാലോ, നമ്മളെ വീഡിയോ കണ്ടു തരുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഒക്കെ ഉണ്ടാവില്ല അല്ലേ? തീർച്ചയായിട്ടും മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് നമ്മളെ ടീംസിന് നല്ല അടിപൊളി ഓഫർ കാര്യങ്ങളൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുൾ ഓണിൽ നല്ല അത്യാവശ്യം വണ്ടികളുണ്ട് നമുക്ക് ഈ വണ്ടി നമുക്ക് ഫുൾ ഓണിൽ ചെറുവണ്ടി ആയിക്കോട്ടെ. ടിയാഗോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവും, മൈലേജ് ഉണ്ടാവും, ബോഡി വെയിറ്റ് ഉണ്ടാവും അല്ലെ. ടാറ്റ ടിയാഗോ എങ്ങനെയായിരുന്നു ലാലു മോഡൽ കാര്യങ്ങൾ? 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 2019 സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 56,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ടയർ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ടയർ ഏകദേശം ഒരു 90%, ബാക്ക് ടയർ 50%. ഓക്കെ, നമുക്ക് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ 19 എന്ന് പറഞ്ഞാൽ നല്ല മോഡൽ കൂടിയ വണ്ടികളുമാണ്. പക്ഷെ നമുക്ക് അപ്പൊ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടി തന്നെ നമുക്ക് ഫുൾ ഓണിലൊക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഫുൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എത്ര രൂപയാണ് ചോദിക്കുന്നില്ല? നമ്മൾ 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ആ 4 ലക്ഷം രൂപ നമുക്ക് കസ്റ്റമറിന് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ 2019 50 സംതിങ് കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ ഈ വണ്ടി നമുക്ക് ഇതാവണു. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ 1 രൂപ പോലും മുടക്കണ്ട. ധൈര്യമായിട്ട് വന്നോളി. ഡോക്യുമെന്റ് ഓക്കെ ആണോ, വണ്ടി ഇട്ടാണ് പോകാല. അടുത്ത ഇന്നോവ നോക്കുന്നവർക്ക് ഇതാവണു നല്ല അടിപൊളി ഇന്നോവ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതേതായിരുന്നു ലാലു മോഡൽ കാര്യങ്ങളൊക്കെ? 2011 മോഡല് 2 വണ്ടികളാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടി. ടയറൊക്കെ പക്കയാണല്ലോ, ഒന്നും നോക്കാനല്ലേ? ഒന്നുമില്ല, കാരണം 4 ടയറും 100% തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, നല്ല പൊളി വണ്ടിയില്ല. അത് ഒറിജിനൽ കേരള 2 വാഹനങ്ങള്. നമ്മൾ എത്ര ചോദിക്കുന്നില്ല ആലോചന? കേരള ഈ വണ്ടിയും അത് റീ വണ്ടിയാണല്ലേ. അപ്പൊ ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് കിലോമീറ്റർ 2,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. നമുക്ക് വാറന്റി കൊടുക്കാം തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എത്ര ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 6,65,000 രൂപയാണ്. അതുപോലെ തന്നെ ഇത് 2011 വണ്ടിയാണ്. 2011 ടൈഫോറിലേക്ക് കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിലേക്ക് ആയിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് നിലവിൽ 1,60,000 കിലോമീറ്റർ ആണ്. അത് നമ്മൾ 100% ഗ്യാരണ്ടി അറിയില്ല, പുറത്തുനിന്നുള്ള വണ്ടിയാണ്. പക്ഷെ നമുക്ക് എഞ്ചിന് മെക്കാനിക്കൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. 100% ഗ്യാരണ്ടി കൊടുക്കാം. അപ്പൊ നമുക്ക് വേറൊന്നും നോക്കണ്ട ആവശ്യമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മള് 5,70,000 രൂപയും ഈ ഇന്നോവയ്ക്ക് 6,65,000 രൂപയാണ്. ഇത് ഒറിജിനൽ കേരള, ഇത് വണ്ടി. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം ഒരു 1 lakh ഡൗൺ പേയ്മെന്റിൽ നമുക്ക് 2 വണ്ടി ഇറക്കാം. ഇതവണ നമ്മളെ മലപ്പുറക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു വണ്ടിയാണ്, ടയോട്ടന്റെ വണ്ടി തന്നെ അല്ലെ. ഡിമാൻഡ് ഉള്ള വണ്ടി, നമ്മളെ സ്വന്തം ലിവ. പെട്രോളോ അല്ലല്ലോ, ഡീസൽ അല്ല? ഡീസലിനാണ്. 2014 മോഡല്, 3rd ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. റീറൈസേഷൻ ആണ് വണ്ടി വരുന്നത്. ഓക്കെ, കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.5 ലക്ഷമാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് 4 ലക്ഷം രൂപയാണ്. സോറി, ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 4 ലക്ഷം രൂപയാണ് ചോദിക്കണേ. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്താണ്ട് നമുക്ക് കൊടുക്കാം. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് ഒരു 75,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി. അത് ഒരു കിടിലം വണ്ടിയാണ്. നമ്മൾ യുവാക്കൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്.
നമ്മളെ സ്വന്തം പോള, അതും ബ്ലാക്ക് അല്ലെ, ഡീസൽ വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലെ. എറണാകുളം രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2014 മോഡല്, ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഓക്കെ, കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ല, ക്ലെയിം ചോദിക്കുന്നത് നമ്മള് 4,25,000 രൂപയാണ് ചോദിക്കുന്നത്. 4,25,000. ഇത് നമുക്കൊരു 25 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 25 രൂപ ഡൗൺ പേയ്മെന്റ് ഡീസലിൽ പോളോ, അത് ഏറ്റവും ടോപ്പ് എൻഡ് ഫുൾ ബ്ലാക്ക് വണ്ടി. എഞ്ചിൻ മെക്കാനിക് ഒക്കെ പക്ക അല്ലാണ്ട് 100% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അടുത്തതാണ് ഒരു എ സ്റ്റാർ. 2011 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി, ചെറിയ പൈസക്ക് ഇപ്പൊ ഓട്ടോമാറ്റിക് നോക്കുന്നപോലെ വേഗം വിളിച്ചോളി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. തേർഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വണ്ടി. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമ്മൾ 2,50,000 രൂപയാണ് ചോദിക്കുന്നത്. 2,00,000 രൂപക്ക് മാരുതിന്റെ നല്ലൊരു കിഡ്ലൻ ഓട്ടോമാറ്റിക് വണ്ടി, അത്യാവശ്യം ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യിക്കാനില്ല, നേരെ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റില്ല ആലോചന? ഇത് നമുക്ക് ലോണ് ഏകദേശം ഒരു 1.5 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് വീണ്ടും ഒരു സാധാരണക്കാരൻ്റെ ഒരു വണ്ടി നോക്കണെങ്കിൽ ഓൾട്ടർണർ ഫസ്റ്റ് പാർട്ട് നമ്പർ 3-4 കാണിച്ചിരുന്നു. ഇതിലുണ്ട്, നമുക്ക് സ്റ്റോക്ക് തീർന്നിട്ടില്ല അല്ലെ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 2013 മോഡൽ 14 രജിസ്റ്ററിലുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1,40,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. സർവീസ് പക്കയാണോ? ക്ലിയർ സർവീസ് ഉള്ള വണ്ടിയാണ്. സർവീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഹിസ്റ്ററിലാണ്. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമ്മള് 1,70,75,000 രൂപയാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഫുൾ ലോണിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും. ഫുൾ ലോണില് അപ്പൊ 800 ഒക്കെ തവണ ചെറിയ പൈസക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, ചെറിയൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്മൾ ഡോക്യുമെന്റ് ആയിട്ടും വരിക, നമ്മളെ വണ്ടി ആയിട്ടോട്ട് പോകാല. വീണ്ടും ചെറുവണ്ടി ഇയോണ്, അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. 41 രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2013 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ 1,50,000 രൂപയാണ് ചോദിക്കുന്നത്. ആ 1,50,000 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഒക്കെ നമുക്ക് ചെറുവണ്ടി സാധാരണക്കാർക്ക് വേണ്ടിയിട്ടില്ല വണ്ടി. അത് നമുക്ക് ഒന്നും നിങ്ങൾ മുടക്കണ്ട, നല്ല ട്രാക്ക് ഉണ്ടായാലും ഇതാണോ നിങ്ങള് EMI അടക്കാനുള്ള മനസ്സുണ്ടോ, വണ്ടി ഇങ്ങനെ പോകാല. അടുത്താണ് നമുക്ക് വീണ്ടും ചെറുവാണ്, 2 നാനോകളുണ്ട്. ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു മാനുവലും വരുന്നുണ്ട്. മാനുവൽ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഇത് 2016 മോഡല് XT ആണ് ഓപ്ഷൻ വരുന്നത്. നാനോ ടിസ്റ്റ്, അപ്പൊ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡല്. ഓക്കെ, ഇത് നമ്മള് 1,30,000 രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് 1,00,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 30 രൂപ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മാനുവൽ ആണ്, അത്യാവശ്യം മോഡലുണ്ട്, ടിസ്റ്റ് വണ്ടി. ഇനി അതിന്റെ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി. ഇതെങ്ങനെയായിരുന്നു? 2016 മോഡല്, വെറും 34,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വണ്ടിയുള്ളത്. ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയറാണ്. ഒന്നും നോക്കാല്ല, വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. നമ്മൾ എത്ര ചോദിക്കുന്നത്? നമ്മൾ 1,90 ചോദിക്കുന്നത്. ഇതും നമുക്ക് ഏകദേശം ഒരു 1,4 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ലോണും ചെയ്യാം. 40 രൂപ സുഖമായിട്ട് വണ്ടിയിട്ടും പോകാല. ഒരു 10-70 രൂപ വേണ്ടി വരും. ഓക്കെ, 70 രൂപയിൽ ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ടാവും. ചെറിയ ബഡ്ജറ്റ് റേഞ്ചിൽ നാനോ. എത്ര രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം? ഇത് നമുക്ക് ഒരു 30,000 രൂപ ലെവൽക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ആകെ 30 രൂപ വണ്ടിക്ക്. ഇതിന് ഡൗൺ പേയ്മെന്റ് ഒന്നുമല്ല, വണ്ടിക്ക് ആകെ 30 രൂപ. അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ നാനോ ആണെങ്കിൽ വേറെ എവിടെയും പോകണ നേരെ വന്നോളി. ഇനി നമുക്ക് ചെറിയ കച്ചവടം ഉണ്ട്, ഇനി അതല്ല ഫാമിലി യൂസിങ്ങിനും വേണം, രണ്ടിനൊക്കെ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് നമ്മളെ മാരുതിന്റെ ഈക്കോ. ഒരു ഒമ്നിന്നാണ് ലെവല് വിട്ടും ചെയ്തു. AC ഉണ്ട്, അത്യാവശ്യം AC ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം ഒമ്നിനെക്കാട്ടിലൊക്കെ പവറും കാര്യങ്ങളും പവറുണ്ട്. പിന്നെ ഒമ്നിയിൽ നമുക്ക് AC ഉണ്ടാവില്ല, ഇതിൽ നമുക്ക് AC ഉണ്ടാവും. അപ്പൊ AC ഉള്ള ഒരു ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തണമെങ്കിൽ അതും ചെയ്യാം. ഇനി കാറ്ററിംഗിന് അങ്ങനെ പരിപാടികളെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. 2012 മോഡലാണ്, സെക്കൻഡ് ഓണർ വണ്ടി. 1,00,000 താഴെ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളൂ. നമ്മളൊരു 2.10 ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വരുത്തി കൊടുക്കാം. ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം ഇതുമൊരു 1,60,000 വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റൂല. അപ്പൊ അടുത്തതാണ് നമുക്കൊരു ഫ്ലൂയിഡിക് i20. ചെറിയ ബഡ്ജറ്റിൽ വലിയൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നല്ല കിഡ്ലൻ വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ടാവില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡല് തേർഡ് ഓണർഷിപ്പിലാണ്. 1,25,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് നമ്മള് 2.70. നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 40 രൂപ ബഡ്ജറ്റിൽ നമുക്ക് വണ്ടി ഇറക്കി. നല്ല ബോഡി വെയിറ്റും നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയില്ല. അതിന് ശേഷം വന്നൊരു മോഡലാണ് എലൈറ്റ്. അതിന് ശേഷത്തിന്റെ ശേഷം അല്ലെ, എലൈറ്റിൽ 2 ജനറേഷൻ വന്നിട്ടുണ്ട്. അതിൽ സെക്കൻഡ് ജെൻ. എങ്ങനെയാണ് മോഡല്? ഇത് 2020 മോഡലാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, നമ്മള് ഡീസൽ അല്ല വണ്ടി, പെട്രോൾ ആണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ടാവില്ല. മൈലേജ് 16
ആ ഒരു ലെവലിൽ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. മെയിൻ്റെനൻസ് തീരല്ല. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമ്മള് 5,60,000 രൂപയാണ് ചോദിക്കുന്നത്. മാഗ്ന പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ആ 5,60 നമുക്ക് ഫുൾ ഓണിലും ഉണ്ടാവും. ഇനി തവണ i20 ഒരു ഫസ്റ്റ് ജെൻ എലൈറ്റിന്റെ ഒരു ഫസ്റ്റ് ജെൻ 3 ഉണ്ട്. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. സിൽവർ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? സിൽവർ വരുന്നത് 2016 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? 85,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. എത്ര നമ്മളെ ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 5,80,000 ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് വരുത്തി കൊടുക്കാം കസ്റ്റമർ വരുന്നതിനനുസരിച്ച്. ഇത് നമുക്ക് ഏകദേശം ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാം. ഇനി ആ ഡൗൺ പേയ്മെന്റ് ഇല്ലെങ്കിൽ ഈ റെഡ് വണ്ടി 2015 മോഡൽ ലാസ്റ്റ് ആണ്. ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാം. 30 രൂപ ഉണ്ടെങ്കിൽ. ഇനി വൈറ്റ് ആണെങ്കിലോ? വൈറ്റ് അതും നമുക്ക് ഏകദേശം ഒരു 20,000 രൂപ വിചാരിച്ചാല് വൈറ്റ് നമുക്ക് ഇറക്കി കൊടുക്കാം. 20 രൂപ, 30 രൂപ, 60 രൂപ 3 കിട്ടുന്ന വണ്ടികള്. അത് ഫുൾ ഓണുള്ളൂ. അപ്പൊ ഏകദേശം നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ആ 2015 മോഡല് 2 പെട്രോളാണ് ഉള്ളത്. ഇത് ഡീസലും അത് പെട്രോളും. പെട്രോൾ നമുക്ക് ഫുൾ ഓണിൽ ഇറക്കി കൊടുക്കാം. ഇനി കുറച്ചൊരു കസ്റ്റമറിന്റെ ഇതിനനുസരിച്ച് ഒരു 10-20 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം കൊടുക്കാം അല്ലെ. അടുത്ത നമുക്ക് ഒരു കിഡ്ലം ഒരു സ്പോർട്ടി വെഹിക്കിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഫോർഡിന്റെ എക്കോ സ്പോർട്ട്. നല്ല പെർഫോമൻസ് ആണ്. ലേഡീസിനൊക്കെ കൊണ്ടുനടക്കാൻ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരുന്ന നല്ലൊരു കിഡ്ലം വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 മോഡല് തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവിൽ 1,30,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര ചോദിക്കുന്നത്? 3,70,000 രൂപയാണ് ചോദിക്കുന്നത്. ഡീസൽ വണ്ടി അല്ലേ? അതെ. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. കൊണ്ടുപോട്ട ആളുകൾ അല്ലെ, ചെറിയ ഡൗൺ പേയ്മെന്റ് നല്ല കിഡ്ല വണ്ടികൾ. അതാണ് തോന്നുന്നു ഫോർഡ് ഫിഗോ നല്ല 18-20 മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി. എത്ര ലാഭം ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മള് 1,20,000 രൂപയാണ് ചോദിക്കുന്നത്. മെയിൻ ക്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. പക്ക ക്വാളിറ്റി വണ്ടി. 11 മോഡൽ. അടുത്ത തവണ സ്വിഫ്റ്റ് ഡിസയർ നല്ല സെഡാൻ നോക്കുന്നുണ്ടെങ്കിൽ ഡീസൽ അല്ല വണ്ടി തന്നെ? ഡീസലാണ് വണ്ടി വരുന്നത്. 2012 മോഡലാണ്. തേർഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വണ്ടി ഉള്ളത്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 3,25,000 രൂപയാണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് വരുത്തിയാണ്ട് കൊടുക്കാം. ഇതും ഏകദേശം നമുക്കൊരു 40 രൂപ ആ റേഞ്ചില് ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കാം. അടുത്താണ് മാരുതിന്റെ 7 സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ എർട്ടിഗ 2 വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2012 മോഡലാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഇത് 1.5 ലക്ഷം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഇത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 4,20,000 രൂപയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് ഏകദേശം ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 7 സീറ്റർ ആണ്, ഡീസൽ വണ്ടി, നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്, സെൻട്രൽ എ സി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയിലാണ്. നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകാം. അടുത്ത വീണ്ടും നമുക്കൊരു എർട്ടിഗ. ഈ എർട്ടിഗ ഓൾറെഡി സോൾഡ് ആണ്. അതുപോലെ ഏറ്റവും ന്യൂ മോഡൽ എർട്ടിഗ ഉണ്ട്. ഇത് ഡീസലാ പെട്രോളോ? ഡീസലാണ്. കിടില വണ്ടിയില്ല. നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വണ്ടിയില്ല. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 മോഡലാണ്. 73,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടി. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ZDI ആണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. നമ്മൾ എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 10,70,000 രൂപയാണ്. ഏകദേശം നമുക്കൊരു 9.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം. 1.25 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. നല്ല മൈലേജ് ഉണ്ടാവും. ഇത് ഹൈബ്രിഡ് ആയിരിക്കും ആ സമയത്ത്. ഇത് ഹൈബ്രിഡ് അല്ലത്. ഹൈബ്രിഡ് ഇല്ല, പക്ഷെ മൈലേജ് ഉണ്ട്. 18-19 റേഞ്ചില് എന്തായാലും മൈലേജ് കിട്ടും. ഒരു 1.25 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്താണ് ജാസ് അല്ലെ. ജാസ് നമുക്ക് 2 വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ലോങ് ഡ്രൈവില് 24 വരെയൊക്കെ മൈലേജ് കിട്ടും. അത്രയും ഗ്യാരണ്ടി പറയാനുള്ള കാരണം ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2016 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 1,16,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5,70,000 ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്താം. ഈ വണ്ടി നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. നല്ല പെർഫോമൻസ്, നല്ല മൈലേജ്, ഡെയിലി യൂസിന് പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ്. അതെ. അതിന്റെ കളർ ചേഞ്ച് ചെയ്യില്ല. 2015 മോഡല് വി ആണ് ഓപ്ഷൻ വരുന്നത്. ഇതും ഏകദേശം 1,15,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വണ്ടി ഉള്ളത്. നമ്മള് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇതും നമുക്ക് ഏകദേശം ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അപ്പൊ നല്ല സ്പേഷ്യസ് ആയ ഒരു വണ്ടിയാണ്. അതേപോലെ നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട് ഈ വണ്ടിക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ നല്ല മൈലേജും കിട്ടും. അടുത്താണ് വീണ്ടും 2 ചെറുവാഹനങ്ങള് റെനോ കിഡ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഇത് 55,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല.
നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മള് 2,30,000 രൂപയാണ് ചോദിക്കുന്നത്. ഏകദേശം നമുക്ക് ഫുൾ ലോണിൽ നമുക്ക് ഏകദേശം അല്ല 100% ഫുൾ ലോണിൽ ഈ വണ്ടി ഇറക്കാം. കൊടുക്കാൻ പറ്റും അല്ലെ? ഹൈ ക്വാളിറ്റി വണ്ടി, അത്യാവശ്യം മൈലേജും കിട്ടൂല. മൈലേജ് എന്തായാലും ഒരു 18-19 ആ റേഞ്ചില് അൾട്ടോ 800 ആ ലെവലിൽ എന്തായാലും മൈലേജ്. അതേ വാഹനം തന്നെ ഓട്ടോമാറ്റിക് ആണ് ഈ വരുന്നത്. 2017 മോഡല് ഓട്ടോമാറ്റിക് 60,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത നമുക്ക് ഗിയറിന് ലിവർ ഒന്നും ഇല്ല, ജസ്റ്റ് നോബാണ്, തിരിച്ചു കൊടുത്താൽ മതി. ഈ ഒരു നോബാണ് ഇതിന്റെ പിന്നെ ഗിയർ എന്ന് പറയുന്നത്. ഇപ്പൊ ലേഡീസിനെ സംബന്ധിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് ആയിട്ട് ഒരു വാഹനമാണ്. അപ്പൊ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള അത്യാവശ്യം മൈലേജും കിട്ടും. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നില്ലല്ലോ? ഇത് നമ്മൾ ചോദിക്കുന്നത് 3,25,000 രൂപയാണ്. ഏകദേശം ഈ വണ്ടി ഒരു 35,000-40,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക് വണ്ടി, ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ നമുക്ക് നമ്മള് ദോസ്തിലായിരുന്നു 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് മാക്സിമം ഫുൾ ഓണൊക്കെ നല്ല അടിപൊളി കാറുകൾ, അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ, ചെറിയ ഡൗൺ പേയ്മെന്റ് മോഡൽ കൂടിയ വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നോളി, ധൈര്യമായിട്ട് വരാം.